ഞാൻ ഈ കമ്പനിയിൽ ചേർന്ന സമയത്ത് കണ്ട അതേ കൈലാഷ് സാറിനെയാ ഞാൻ ഇപ്പൊ കണ്ടത്. ഇനി അദ്ദേഹത്തെ ഞാൻ എന്തിനാ പേടിച്ചൊഴിഞ്ഞു മാറി പോകേണ്ടത്? അതാ പ്രിയൻചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി വിളക്ക് കൊളുത്തിയത്. കൈലാഷ് സാറ് നടന്നതെല്ലാം മറന്നു എന്നാണോ നീ പറയുന്നത്? അദ്ദേഹം എല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ ബഹുമാനിക്കണമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തീക്കളിയാണ്. അയാളിൽ നിന്ന് അകലം പാലിക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഒരാൾ നല്ല സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അയാളെ നിരുത്സാഹപ്പെടുത്തരുത് മോഹൻ ചേട്ടാ. അല്ലെങ്കിലും കൈലാഷ് സാറിന്റെ മനസ്സ് മാറിയില്ലായിരുന്നെങ്കിൽ നമ്മളോട് മാപ്പ് ചോദിക്കുമായിരുന്നോ? ചെയ്ത തെറ്റുകൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്? മോഹൻ ചേട്ടനടക്കം എല്ലാവരുടെയും പേടി മാറ്റാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താ? പ്രിയൻ ചേട്ടനും പാറും വേഗം കല്യാണം കഴിച്ചാൽ മതി. എല്ലാ പ്രശ്നവും അതോടെ തീരും. അത് കൊള്ളാം. ആദ്യമായിട്ടാ ഇവള് ഒരു നല്ല ഐഡിയ പറയുന്നത്. നിങ്ങളുടെ കല്യാണത്തിന് ഇപ്പൊ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. കൈലാസ് സാർ അടക്കം ഇപ്പൊ കമ്പനിയിലുള്ളവർക്കെല്ലാം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അറിയാം. പ്രിയന്റെ അമ്മയും കല്യാണത്തിന് സമ്മതിച്ചു. പാറു ടൈലറുമായി. വൈകാതെ അവൾ ആഗ്രഹിച്ചതുപോലെ ലക്ഷ്മിയുടെ കല്യാണവും നടക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എന്തു പറ്റി പാറു? എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് എന്ത് കഴിച്ചാലും ഛർദിക്കാൻ വരും. തലയും ചുറ്റുന്നുണ്ട്. എത്ര ദിവസം ഇതൊക്കെ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ കൂടെ പാറു വീട്ടിൽ താമസിക്കുമ്പോഴേ ഈ അസുഖം തുടങ്ങിയതാ. ഇത്രയും ദിവസമായിട്ടും അസുഖം മാറിയില്ലേ? നീ എന്താ ഇവിടെ ആശുപത്രി കൊണ്ടുപോകാത്തെ? എടാ, ഞാൻ വിളിക്കാഞ്ഞിട്ടല്ല, വരണ്ടേ. പിന്നെ ഓരോരോ പ്രശ്നങ്ങളുടെ പുറകെ ഓടുന്നതിനിടയിൽ വിട്ടുപോയി.